മുഖ്യമന്ത്രി പ്രശ്നം ഉണ്ടാക്കാനാണ് അതിന് ഉദ്ദേശം. CPI മുഖ്യമന്ത്രി മാറണമെന്നല്ലേ ആവശ്യം? CPIയുടെ യോഗങ്ങളിലൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രി മാറണം. ഞാൻ ഈ ശിവഗിരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐത്യജാതിക്കാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണുക കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനായി ഞാൻ ആ വണ്ടി നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ലാക്കൊല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഒരു പത്രശ്രമമാണ്. നിങ്ങളല്ല ഇപ്പൊ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു നേടാ പിള്ളേരെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരന്റെയും അവകാശം ഈ ചാനലിന്റെ പറയും ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കുക ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലിട്ട് വിട്ടാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയും ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ചില ആൾക്കാർക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടെ അല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ, പുതിയൊരു വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ലേ എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. മറ്റൊരു വന്നു കഴിഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രമല്ല അടക്കമുള്ള കൊള്ളകളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. അത് കൊള്ള നടത്തിയവനെ പിടിക്കട്ടെപ്പാ, അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര് പേര് കിടക്കണ ഒരുവനുണ്ടല്ല പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. നടപടി എടുത്തിട്ടില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾക്ക് വരുമ്പോ അവരെടുക്കും. വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറഞ്ഞു. മലപ്പുറത്ത് നിന്നപ്പോ ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിൽ മിസ്റ്റർ സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി നടേശനാണെന്നാണ് പറയുന്നത്. കൂടെ
അടൂർ പ്രകാശിനെ ചോദിച്ചു. എന്താ ഏതുകൊണ്ട് നിങ്ങൾ അയാളെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാളെ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ മാറി കേട്ടോ, നിങ്ങൾ ഏത് വെക്കണ്ട പുള്ളി പറയട്ടെ, പുള്ളി പറഞ്ഞു ഓക്കെ, അത് പുള്ളി പറയാം. അത് വേണ്ട കേട്ടോ, ആ പരിപാടി കഴിക്കട്ടെ, എവിടെ അത് കഴിക്കട്ടെ, അങ്ങനെ അത് വേണ്ട, പുള്ളി പറഞ്ഞു ഓക്കെ, അത് ഓക്കെ. പിന്നെ അത് ശരിയല്ലോ, ആ പുള്ളിയുടെ